മുൻ മുഖ്യമന്ത്രിയുടെ മകൾ പിടിയിലായതോടെ ഇനി അടുത്തത് ആര് എന്നുള്ള ചോദ്യം സജീവമായിരിക്കുകയാണ്. ഡൽഹി മദ്യനയ കേസിൽ BRS നേതാവ് കവിത അറസ്റ്റിൽ. കേജ്രിവാളിന്റെ സ്റ്റേ ആവശ്യം കോടതി തള്ളി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവും ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കവിത അറസ്റ്റിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് കവിതയെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ED പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ട കവിതയ്ക്ക് ED സമൻസ് നൽകിയിരുന്നു. എന്നാൽ കവിത ഹാജരായിരുന്നില്ല. അതേസമയം ഇതേ കേസിൽ ഹാജരാകാൻ ED നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. നേരിട്ട് ഹാജരാവുന്നതിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ട് കേജ്രിവാളിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഹാജരാകാൻ ആവശ്യപ്പെട്ട കേജ്രിവാളിന് ഇതുവരെ ED 8 സമൻസുകൾ നൽകിയിരുന്നെങ്കിലും അവ നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് അദ്ദേഹം ഹാജരായിരുന്നില്ല. ഏതായാലും മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത റാവു പിടിയിലായതോടെ, അറസ്റ്റിലായതോടെ സജീവമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത് ED പൂട്ടിടുന്നത് ആർക്ക്? കേന്ദ്ര സംഘങ്ങൾ, കേന്ദ്രാന്വേഷണ ഏജൻസികൾ അടുത്ത് പൂട്ടിടുന്നത് ആർക്ക്? കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട് SFI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എക്സാലോജിക്കും കരിമണലും മാസപ്പടിയും ഒക്കെ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത റാവു അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത്. മാത്രവുമല്ല, മുൻ മുഖ്യമന്ത്രിക്കും മകൾക്ക് മാത്രമല്ല തിരിച്ചടി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുമുണ്ട് തിരിച്ചടി. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുണ്ടായിരിക്കുന്ന നിർണായകമായ നീക്കങ്ങൾ ആരെയൊക്കെ വെട്ടിലാക്കും, ആരെയൊക്കെ വീഴ്ത്തും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.